ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് കർണാടകമാണല്ലോ. അവരുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമെന്ന് പറയുന്നത് അത് കർണാടകം തന്നെയാണ്. സിദ്ധരാമയ്യ, ഒപ്പം തന്നെ DK ശിവകുമാർ, ആ രണ്ട് വ്യക്തികളിൽ അല്ലെങ്കിൽ അവരുടെ സർക്കാരിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. രാജ്യത്തെ തന്നെ കോൺഗ്രസിന്റെ ഫിനാൻഷ്യൽ ബാക്കപ്പ് എന്നതടക്കം നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കർണാടകത്തിൽ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? കർണാടകത്തിലെ സ്ഥിതി എന്താണ്? കർണാടകത്തിലെ സർക്കാർ സാധാരണക്കാർക്ക് നൽകുന്ന ഈ സഹായത്തെ എങ്ങനെയാണ് കാണുന്നത്? നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചാലോ? ക്ഷേമ പെൻഷനെ കൈക്കൂലിയോട് ഉപമിച്ച കോൺഗ്രസ് നേതാവായ KC വേണുഗോപാലിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധം തുടരുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന അയൽ സംസ്ഥാനമായ കർണാടകയിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ വാർത്താസംഘം കർണാടകയിലെ ബെൽത്തങ്ങാടിയിൽ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ക്ഷേമ പെൻഷനെ കൈക്കൂലിയോട് ഉപമിച്ചുള്ള KC വേണുഗോപാലിന്റെ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. KC വേണുഗോപാലിന്റെ പാർട്ടിയായ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. കർണാടകയിൽ APL BPL വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 2000 രൂപ നൽകുന്ന പദ്ധതിയാണ് ഗൃഹലക്ഷ്മി യോജന. ഈ പെൻഷൻ മുടങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസത്തിൽ കൂടുതലായി. പെൻഷൻ മുടങ്ങിയതോടെ പലരും വലിയ ദുരിതത്തിലാണിപ്പോൾ. ಬರುವ ಹಣ 3 ತಿಂಗಳಿಂದ ಬರಲಿಲ್ಲ, ಜನವರಿಯಿಂದ ಬರಲಿಲ್ಲ. ನಮಗೆ ತುಂಬಾ ಕಷ್ಟದಲ್ಲಿದ್ದೇವೆ. ನಾವು ಬ್ಯಾಂಕಿಗೆ ಹೋಗಿ ಕೇಳಿ ಬರ್ತಾ ಇದ್ದೇವೆ, ಬರಲಿಲ್ಲ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. അത് ಬಂದ್ರೆ ಒಳ್ಳೇದಿತ್ತು, ನಮಗೆ ಸ್ವಲ್ಪ ಉಪಕಾರ ಆಗ್ತಿತ್ತು. ജനുവരി മാസത്തിൽ പിന്നെ ഞങ്ങൾക്ക് വരുന്നില്ല. പോയിട്ട് ബാങ്കിൽ കേൾക്കുമ്പോൾ അവർ വന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഏത് കാരണത്തിൽ ഞങ്ങൾക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാൻ മേല. ഗൃഹലക്ഷ്മി പെൻഷന് പുറമെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷനും മുടങ്ങിയിട്ട് മാസങ്ങളായി എന്ന് കർണാടക ബെൽത്തങ്ങാടി സ്വദേശിനി സുധ പറഞ്ഞു. ഞാൻ നിർമ്മാണ പണിയെടുത്തതുണ്ട്. പെൻഷൻ വന്നിട്ടുണ്ട് അതിനാദ്യം. ഇപ്പം 5-6 മാസമായി വരാതെ. അങ്ങനെ ഞങ്ങൾക്ക് കഷ്ടപ്പാട്. അതേപോലെ തന്നെ 2000 രൂപ ഇത് ഗൃഹലക്ഷ്യം വരാനുണ്ട്. അതില്ലാതെ ഭയങ്കര കഷ്ടപ്പാടുണ്ട്. അന്നന്ന് പോയിട്ട് നമ്മൾ നോക്കി വരുന്നുണ്ട്, ബാങ്കിൽ ഇട്ടിട്ടില്ല. കുറച്ച് കഷ്ടപ്പാടുണ്ട്. ക്ഷേമ പെൻഷൻ ലഭിക്കാതെ ഒരുപാട് പേർ കഷ്ടത അനുഭവിക്കുന്നുണ്ടെന്ന് സ്ഥലത്തെ പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ശിവകുമാർ പറഞ്ഞു. കർണാടക ഗവൺമെന്റ് 2023 5 ഗ്യാരണ്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീം കൊണ്ടുവന്നു. അതിൽ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗൃഹലക്ഷ്മി യോജന എന്ന് പറഞ്ഞിട്ട്. ആ ഗൃഹലക്ഷ്മി യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 2000 രൂപ എല്ലാ മഹിളയർക്കും കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഗൃഹലക്ഷ്മി യോജന. ആ സ്കീം കൊണ്ടുവന്ന ശേഷം ഇടയ്ക്ക് വെച്ച് കൊടുത്തോണ്ടിരുന്നില്ല. ഇപ്പം ജനുവരി മുതൽ അത് 5 മാസം ഇപ്പം ബാക്കിയായി 10,000 രൂപ എല്ലാ മഹിളയർക്കും വരേണ്ടത് ഇപ്പം ബാക്കിയായിട്ടുണ്ട്. ക്ഷേമ പെൻഷനെ കൈക്കൂലിയോട് ഉപമിച്ച KC വേണുഗോപാലിന്റെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത്തരമൊരു വീഴ്ച എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. മാസാമാസം പെൻഷൻ നൽകും എന്നൊന്നും ഉറപ്പു നൽകാൻ സാധിക്കില്ല എന്നതായിരുന്നു ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ന്യായീകരണം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കൃത്യമായി ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതെയാണ് KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ വന്ന് സർക്കാരിനെ കുറ്റം പറയുന്നത്. ക്യാമറമാൻ ഷൈജു പിലാത്തറക്കൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കാസർഗോഡ്.